ഹായ് ഓൾ, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ഒരു പരീക്ഷണമാണ് കേട്ടോ. ബേബിക്ക് ഒരു ഷൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷൂ എന്ന് പറയാൻ പറ്റില്ല, പുറത്ത് മണ്ണിലൊന്നും ഇടാൻ പറ്റില്ല. ഒരു ഉള്ളിലൊക്കെ ഇടാൻ പറ്റുന്ന, ചർച്ചിലൊക്കെ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന സോക്സും അല്ല ഷൂ അല്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. ഫസ്റ്റ് ഞാൻ ആ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ബേബിയുടെ കാല് വെച്ചിട്ട് ഇതുപോലൊരു സ്പോഞ്ചിൽ കട്ട് ചെയ്തെടുത്തു. വന്നിട്ട് അതേപോലത്തെ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ഞാൻ 2 ക്ലോത്തിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലൊരു സോഫ്റ്റിൻ്റെ ക്ലോത്തും പുറത്ത് ആ ജീൻസിൻ്റെ കളറാണ്. ഇതൊരു പഴയ ജീൻസിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത ക്ലോത്ത്സ് വെച്ചിട്ടാണ് കേട്ടോ ഈ ചെയ്യുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ട് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തു ഉൾവശം പുറത്തേക്ക് ഇടുവാണ്. അപ്പോൾ തയ്യലൊക്കെ ഉള്ളിലോട്ട് പോകും. ഇനി ആ മുകളിൽ നമ്മൾ കാല് കയറ്റുന്ന മൂടി പോലെ വരുന്ന പാർട്ടാണ് ഈ കട്ട് ചെയ്യുന്നത്. അത് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ജസ്റ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. എടുത്തു കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുവാണ്. ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ പെർഫെക്ഷനൊന്നുമില്ല, എന്നാലും കുഞ്ഞിട്ടായിരുന്നു. ഇട്ടപ്പോൾ അവൾക്ക് ഭയങ്കര കൺവീനിയൻ്റായിട്ട് കിടക്കുന്നുണ്ട്. സോക്സ് ഇടുമ്പോൾ എപ്പോഴും ഊരി കളയുമായിരുന്നു, പക്ഷേ ഇത് ഊരുന്നുണ്ടായിരുന്നില്ല. ഒരു വൈറ്റ് ക്ലോത്ത് ഞാൻ കൊടുത്തത് ലൈനിങ് പോലെയാണ്. ആ ക്ലോത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കൊടുത്തിട്ട് ഇങ്ങനെ ഉൾവശം പുറത്തേക്ക് എടുത്ത് നമ്മൾ നോർമലി ടോപ്പിനൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന പോലെ എല്ലാ വശവും ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്ത പോർഷൻ ഇച്ചിരി കുറച്ചൊന്ന് വൈഡായിപ്പോയി. ഞാനത് സൈഡ് ഫുൾ ആ ഷൂവിൻ്റെ ബേസിലേക്ക് ഫുൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. കാരണം നമ്മൾ ഉള്ളിലേക്കാണല്ലോ ജോയിൻ ചെയ്യുന്നത്. ബാക്ക് സൈഡ് കറക്റ്റായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉള്ളിൽ നിന്നും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇത് ഉള്ളിൽ പോകുന്ന പാർട്ടാണ്, അപ്പോൾ തയ്യലൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഞാനിത് ഒരു എലാസ്റ്റിക് വേണമെങ്കിലും ഇങ്ങനെ കൊടുക്കാം. ഇതൊരു പടി വെച്ച് അടിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഹോള് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് വേണമെങ്കിൽ എലാസ്റ്റിക് ഇടാം. ഞാനൊരു ഷൂ ലേസ് കൊടുക്കുകയാണ്, പഴയ ഷൂവിൻ്റെ ലേസ് അത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ബേസ് പാർട്ടിൽ. ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലേക്കൊരു 2 സ്റ്റിച്ചൊക്കെ കൊടുത്തേക്കുക. ചപ്പൽ പോലല്ല, അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കണം. കണ്ടോ, ഇതുപോലെ പിൻ ചെയ്ത് കറക്റ്റ് വെച്ചിട്ട് പിടിച്ചു കൊടുക്കുക. കണ്ടോ, ഒരു സൈഡിൽ ഇച്ചിരി വൈഡായിട്ട് വന്നത് പതിച്ചടിച്ചതിന് ശേഷം ആ വൈഡായിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കളർ ചെയ്യുവാണെങ്കിൽ എല്ലാ ഡ്രസ്സസിൻ്റെ കൂടെയും കുഞ്ഞിന് മാച്ചായിട്ട് പോകും. മറിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ ഡിസൈനിങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ഡിസൈനിങ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്